ഹലോ ആസ്പിറൻസ്, വെൽക്കം ബാക്ക് ടു ബാങ്കിങ് മാസ്റ്റർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റീസണിങ്ങിൻ്റെ മെയിൻസിൻ്റെ സിലബസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ മെയിൻസിൻ്റെ സിലബസാണ്. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു സെക്ഷൻ വൈസിലെ വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. ഞാൻ ശ്രമിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ പഠിക്കുന്ന രീതിക്ക് ഇടാനേ പറ്റുള്ളൂ. അപ്പം ഇപ്പോൾ സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷനൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് പ്രിലിംസിന് ഇല്ലാതിരുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടി വെയിറ്റേജ് കൂടിയിട്ടുള്ള, കുറച്ചും കൂടി നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൻ്റെ കൺസെപ്റ്റ് ആൻഡ് പ്ലസ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. DI പോലെയുള്ളതൊക്കെ ചെയ്യാം. മെയിനാണ് അതൊക്കെ, അങ്ങനെയുള്ളതൊക്കെ ചെയ്യാം. ഇതാണ് സിലബസ്. അപ്പോൾ ഇന്നിപ്പോൾ സിലബസ് പറഞ്ഞ് നമുക്ക് അടുത്ത വീഡിയോ മുതൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ ഉണ്ടാവാറുണ്ട്. അപ്രോക്സിമേഷനാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. സിംപ്ലിഫിക്കേഷനെക്കാളും അപ്രോക്സിമേഷനിലാണ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. സോ സാധാ പ്രിലിംസിന് ചോദിക്കുന്ന രീതിയിൽ തന്നെയുള്ള അപ്രോക്സിമേഷൻസ് ആണ് കണ്ടിട്ടുള്ളത്. പിന്നെ ബേസിക് കാൽക്കുലേഷൻസ്, പിന്നെ ഇനീക്വാളിറ്റീസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ കുറച്ചും കൂടി ഹൈ ലെവലായിട്ടുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഡയറക്റ്റ് അതിൻ്റെ റൂട്ട് എന്താണെന്നോ അതിൻ്റെ എക്സിൻ്റെയും വൈൻ്റെയും റിലേഷൻ എന്താണെന്നല്ല ചോദിക്കുക. ഓപ്ഷൻസ് സെയിം ആയിരിക്കും, പക്ഷെ കുറച്ചും കൂടി കാൽക്കുലേഷൻ ചെയ്തിട്ട് ഉള്ള അത്മെറ്റിക് ആണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ് ചോദിക്കുക. അതേപോലെ ക്വാണ്ടിറ്റി 1ഉം ക്വാണ്ടിറ്റി 2ഉം ആണ് ഇനീക്വാളിറ്റീസ് വരാം. ക്വാണ്ടിറ്റി 1ഉം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് ക്വാണ്ടിറ്റി 1ൻ്റെ ആൻസർ കണ്ടുപിടിക്കണം, ക്വാണ്ടിറ്റി 2ൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. എന്നിട്ട് ക്വാണ്ടിറ്റി 1ഉം ക്വാണ്ടിറ്റി 2ഉം തമ്മിലുള്ള റിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എക്സും വൈയും ആണെങ്കിൽ ഇവിടെ ക്വാണ്ടിറ്റി 1ഉം ക്വാണ്ടിറ്റി 2ഉം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ, ഈക്വൽ ടു ഓർ കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണോ. ഓപ്ഷൻ സെയിം ആണ്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യമായിരിക്കും. ഇനീക്വാളിറ്റീസ് ഉണ്ടാവുക. പിന്നെ ടൈം ആൻഡ് വർക്ക്, സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പിന്നെ നമ്മുടെ DI എല്ലാ ബാർ ഗ്രാഫ് ഉണ്ടാവാം, ലൈൻ ചാർട്ട് ഉണ്ടാവാം, ടാബുലാർ ഉണ്ടാവാം, കേസ്ലെറ്റ് എന്തായാലും ഉണ്ടാവും തോന്നുന്നു. പൈ ചാർട്ട് പോലുള്ളത് ഉണ്ടാവാം. പൈ ചാർട്ട്, ബാർ ചാർട്ടൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്പർ സീരീസ് ഇതേപോലെ ഇനീക്വാളിറ്റീസിൻ്റെ കൂടെ മിക്സ്ഡ് ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ നമ്പർ സീരീസിൻ്റെ ഒരു റോങ് നമ്പർ സീരീസ് തന്നിട്ട് 2 സീരീസ് തന്നിട്ടുള്ള, ഇപ്പം A ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഫസ്റ്റ് സീരീസ് A പിന്നെ 24 അല്ലെങ്കിൽ 24A+B അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ Aൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഒരു സീരീസ് തന്നിട്ട് അങ്ങനെ ആയിരിക്കും ചെയ്യുക. അല്ലാണ്ട് ഡയറക്റ്റ് പ്രിലിംസിന് ചോദിച്ച രീതിയിൽ മെയിൻസിന് ചോദിക്കില്ല. അത് ശ്രദ്ധിക്കാം. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കും ചോദിക്കുക. പിന്നെ വന്നിട്ടുള്ളത് അർത്തമെറ്റിക് പ്രോബ്ലംസ് ആണ്, അറിയുന്നതായിരിക്കുമല്ലോ. പിന്നെ വോളിയം, സർഫസ് ഏരിയാസ്, പിന്നെ LCM, HCF എന്നുള്ള പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടിട്ടുണ്ട് HCF. അതും ഡയറക്റ്റ് അല്ല, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കില്ല. അതിലെന്തെങ്കിലും അൾട്ടിമേറ്റ് ആയിട്ട് ഇതായിരിക്കും കണ്ടുപിടിക്കേണ്ടത്, പക്ഷെ അതിന് മുമ്പ് എന്തെങ്കിലും കാൽക്കുലേഷൻസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് മാത്രമായിട്ട് ചോദിക്കാം, ഇനീക്വാളിറ്റീസ് അല്ലാണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ സോൾവേഷൻ ചോദിക്കാം. പിന്നെ പ്രോബബിലിറ്റി, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇതൊക്കെ ചിലപ്പോൾ DIയിൽ ഉൾപ്പെടുത്താം. അതായത് ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതിന് പകരം അത് DIയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും കൂടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ഈ ഇനീക്വാളിറ്റീസിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ DIൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. പിന്നെ ഞാൻ പ്രിലിംസിന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എല്ലാ കൺസെപ്റ്റ്സും പഠിച്ചിട്ടില്ലായിരുന്നു. കാരണം 20 മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നതിന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യാറ് സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ ഞാൻ ഫസ്റ്റ് ചെയ്യും. പിന്നെ ബേസിക് കാൽക്കുലേഷൻസ്, അതായത് ഏജസിൻ്റെ പ്രോബ്ലംസ് ഓൺ ഏജസ്, ഇതിൽ പ്രോബ്ലംസ് ഓൺ ഏജസ് വരും കേട്ടോ. അത് അത്മെറ്റിക് പ്രോബ്ലംസിൽ വരും. ആവറേജിൻ്റെ ക്വസ്റ്റ്യൻസ് വരും, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് വരും. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഇതിൽ പെട്ടു. അത്മെറ്റിക് പ്രോബ്ലംസിൽ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ ഫസ്റ്റ് ചെയ്യുക. കാരണം അതൊക്കെ പെട്ടെന്ന് കിട്ടുന്നതാണ്. അതായത് സിമ്പിൾ കൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പ്രിലിംസിന് ചെയ്യുക. പിന്നെ DI ചെയ്യും. സോ ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് തന്നെ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഫുൾ കൺസെപ്റ്റ്, അതായത് ഈ ടൈം ആൻഡ് വർക്കോ, സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പിന്നെ വോളിയം ആൻഡ് സർഫസ് ഏരിയ, പ്രോബിലിറ്റി, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇത്രയും കാര്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്യാറാണ് പ്രിലിംസിന് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ഏത് പ്രിലിംസ് ആയാലും ഞാൻ ഇത്രയും കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് പിന്നെ തോന്നിയിട്ടുണ്ട്, ഈ കൺസെപ്റ്റുകൾ അറിയാം, പക്ഷേ ഞാനത് എക്സാമിന് ചെയ്യാറില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിലാണ് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളെങ്കിൽ ഇത് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പമായിട്ടുണ്ടാവുക. അത് നിങ്ങൾ അപ് ടു യു ആണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. നിങ്ങൾ എന്താണോ പ്രിലിംസിന് പ്രാക്ടീസ് ചെയ്ത രീതി ഉണ്ടാവുക, അത് തന്നെ മെയിൻസിന് ഫോളോ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നിയത്. അതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അപ്പം ഞാൻ ഇനി ചെയ്യാമെന്ന് എനിക്കിനിപ്പം റീസണിംഗ് ആണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. കാരണം റീസണിംഗ് എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക, ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൽ എല്ലാ കോൺസെപ്റ്റും അറിയുന്ന ഒരു കാര്യമാണ് റീസണിങ്. അപ്പോൾ റീസണിങ് മാക്സിമം സ്കോർ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇംഗ്ലീഷും ക്വാണ്ടിറ്റേറ്റീവും ആണ് പിന്നെ ഉള്ളത്. അപ്പോൾ ഇംഗ്ലീഷും അത്യാവശ്യം സിലബസ് കവർ ചെയ്യാനുണ്ട്, ക്വാണ്ടിറ്റേറ്റീവും സിലബസ് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ആ രീതിയിൽ കവർ ചെയ്ത് പോകുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മതി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള, കാരണം പ്രിലിംസ് മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എന്തായാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ വീഡിയോ ചെയ്ത് സമയം കളയാൻ നമുക്കില്ല. ഇനിയിപ്പോൾ ഒരു മാസം 30 ദിവസം പോലും ഇല്ല നമുക്ക്. അപ്പം നമ്മൾ കുറച്ചും കൂടി സ്പീഡായിട്ട് വേണ്ട കാര്യങ്ങൾ, ആ ഒരു 45 മിനിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത്രയും പഠിക്കാം. പിന്നെ എനിക്ക് ക്വാണ്ടിറ്റേറ്റീവിൽ ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ റീസണിങ്ങിൽ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഏതാണ് നമുക്ക് ചെയ്യാൻ പറ്റും. പസിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പസിൽ ചെയ്യാണ്ടിരിക്കാം. പസിലിന് നമുക്ക് മാർക്ക് ഫോർ റിവ്യൂ ഇട്ടിട്ട് നമുക്ക് ലാസ്റ്റിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് സിലോജിസവും ഡയറക്ഷൻ ടെസ്റ്റ് ഉണ്ടെങ്കിൽ അത്, ബ്ലഡ് റിലേഷൻ അതാണ് ചെയ്യാൻ എളുപ്പമെങ്കിൽ, ആൽഫ ന്യൂമറിക് സീരീസ് ആണ് എളുപ്പമെങ്കിൽ അത് ചെയ്യാം. അപ്പം അങ്ങനെ നമുക്ക് പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് കൺസെപ്റ്റ് അറിയുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ എനിക്ക് അങ്ങനെ ചൂസ് ചെയ്യാനുള്ളൊരു സമയം, അത്രയും ആ ചൂസ് ചെയ്യുന്ന സമയമാണ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ക്വാണ്ടിറ്റേറ്റീവിൽ. റീസണിങ്ങിൽ അത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതി പോലെ ക്വാണ്ടിറ്റേറ്റീവിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പല എക്സാംസിലും. അപ്പോൾ അതെനിക്ക് ഇതിൽ കൺസെപ്റ്റ് മൊത്തം അറിയാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏത് ചെയ്യണം, ക്വസ്റ്റ്യൻ മൊത്തം ലെങ്ത് ഉള്ളതുകൊണ്ട് വായിച്ച് തീർക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം, ആ കുറേ കാരണങ്ങൾ കൊണ്ടായിരിക്കാം പറ്റാത്തത്. അപ്പോൾ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങളും ഒരു 45 മിനിറ്റിൽ നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയും നിങ്ങൾക്ക് അറിയുന്ന കൺസെപ്റ്റുകളിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് തീർന്നിട്ടും നിങ്ങൾക്ക് സമയം ബാക്കി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്ന കൺസെപ്റ്റുകൾ പഠിച്ച് അതിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ആ 45 മിനിറ്റ് ഫില്ല് ചെയ്യണം. അല്ലാണ്ട് നിങ്ങൾ സമയം വെറുതെ കളയാൻ പോയിക്കൂടാ. നിങ്ങൾക്കിപ്പോൾ ഒരു 30 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തീർന്നു, ഇനി നിങ്ങൾക്കൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ 15 മിനിറ്റ് അവിടെ പോകും. അപ്പോൾ ആ 15 മിനിറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസെപ്റ്റ് അറിയുമായിരുന്നെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു എക്സാം ടൈമിൽ ആ ഒരു 15 മിനിറ്റ് വേസ്റ്റ് ആയി പോകരുത്. ആ 15 മിനിറ്റും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് അറിയുന്ന രീതിയിൽ, അത് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സമയം ബാക്കി വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ ആ രീതിയിൽ ചെയ്ത് നോക്കാം. ജനറൽ അവയർനെസ്സിൻ്റെ സിലബസ് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് സൈറ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. കറണ്ട് അഫയേഴ്സ് എല്ലാ കറണ്ട് അഫയേഴ്സും ചെയ്താൽ മതിയല്ലോ. ഇനിയിപ്പോൾ എല്ലാം സെക്ഷൻ വൈസ്, ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഉണ്ട്, ഇപ്പോൾ റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവും ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ജനറൽ അവയർനെസ്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഇതുപോലെ സിലബസ് എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം ചെയ്യാം, കമൻറ്റ് ചെയ്താൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ആപ്റ്റിറ്റ്യൂഡിൻ്റെയും റീസണിങ്ങിൻ്റെയും പ്രോബ്ലം സോൾവിങ്ങിലേക്ക് പോവാം. ഞാൻ റീസണിങ്ങിൻ്റെ കോഡഡ് സിലോജിസത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ DI ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം, DI ചെയ്യാം. പിന്നെ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് പെർട്ടിക്കുലറായിട്ട് വേണം, എല്ലാ ടോപ്പിക്സും ചെയ്യാനുള്ള പരിമിതികളുണ്ട്, കാരണം സമയമില്ല. അപ്പോൾ നമുക്കെല്ലാം എടുത്ത് നമുക്ക് വേണ്ടത് മാത്രം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് മാത്രം കമൻറ്റിൽ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൺസെപ്റ്റുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ എൻ്റെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഞാൻ താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടെലഗ്രാം ചാനലിൽ ഞാൻ വീഡിയോസിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ എഡിറ്റോറിയൽസിൻ്റെ ലിങ്ക്, ഹിന്ദു എഡിറ്റോറിയൽസ് ചെയ്യുന്നുണ്ട്. അതേപോലെ പസിൽസുകൾ കിട്ടുന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടി ഹൈ ലെവൽ പസിൽസുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻസ് ഞാൻ ആ ടെലഗ്രാം ചാനലിൽ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇടുന്നാണൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, അല്ലാണ്ട് വെറുതെ വായിച്ചു നോക്കി പോരാ. അപ്പോൾ അതേപോലെ ഞാൻ ക്വാണ്ടിറ്റേറ്റീവിൻ്റെയും ക്വസ്റ്റ്യൻസ് കിട്ടുന്ന രീതിയിൽ ഞാൻ ക്വസ്റ്റ്യൻസ് അതിൽ ചെയ്യാം. ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് ഡെയിലി ക്വസ്റ്റ്യൻസ് രാവിലെ ഇടാം. അപ്പോൾ നിങ്ങൾ അന്നത്തെ ദിവസം ആ ഒരു ചെക്ക് ലിസ്റ്റ് പോലെ അത് ചെയ്ത് പോയാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. എല്ലാ അപ്ഡേറ്റ്സും അതിൽ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇനി ഏതൊക്കെ ടോപ്പിക്സ് ആണ് വീഡിയോ വേണ്ടതെന്നുള്ളത് പെർട്ടിക്കുലറായിട്ട് അത്രയും ആവശ്യമായിട്ടുള്ള വീഡിയോസ് വേണം. ഞാൻ ചെയ്യും, പക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയണം എന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.